വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസ് നേതാവ് കെ.പി. അനിൽകുമാർ പാർട്ടി വിട്ടേക്കും. അച്ചടക്ക നടപടി പിൻവലിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് അനിൽകുമാർ. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് അനിൽകുമാർ വാർത്താ സമ്മേളനം വിളിച്ചു. വിവാദ പ്രസ്താവനയിൽ കെ.പി. അനിൽകുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് കെ.പി.സി.സിയുടെ വിലയിരുത്തൽ. കെ. ശിവദാസൻ നായരും രാജ്മോഹൻ ഉണ്ണിത്താനും നൽകിയ വിശദീകരണം തൃപ്തികരമെന്നും വിലയിരുത്തി. ടി.ജി. സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് കെ.പി. അനിൽകുമാർ. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അനിൽകുമാർ പോകുന്നു എന്നാണോ ധാരണ? രേണുക, കടുത്ത ചില തീരുമാനങ്ങളിലേക്കാണ് അനിൽകുമാർ നീങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനിൽകുമാറിനെതിരെ എടുത്ത അച്ചടക്ക നടപടി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കാത്തതിൽ കടുത്ത പ്രതിഷേധം കെ.പി. അനിൽകുമാറിനുണ്ട്. കെ.പി.സി.സിയുടെ മുൻ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതായത് തൊട്ടു മുമ്പുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്ന സമയത്ത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ.പി. അനിൽകുമാർ. ഇത്ര തന്ത്രപ്രധാനമായ കെ.പി.സി.സി പദവിയിലിരുന്ന് തന്നെ അനാവശ്യമായി കെ.പി.സി.സി നേതൃത്വം പീഡിപ്പിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഒപ്പം നേരത്തെ ഡി.സി.സി അധ്യക്ഷ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവനയിൽ വിശദീകരണം നൽകിയിരുന്നു. പാർട്ടി നന്നാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നൊക്കെയായിരുന്നു കെ.പി. അനിൽകുമാറിൻ്റെ വിശദീകരണം. പക്ഷേ ഈ വിശദീകരണം കെ.പി.സി.സി നേതൃത്വം ഉൾക്കൊണ്ടിട്ടില്ല. തുടർച്ചയായ വിവാദ പ്രസ്താവനകൾ പിന്നീടും കെ.പി. അനിൽകുമാർ നടത്തി. അതുകൊണ്ട് തന്നെ അനിൽകുമാറിന് മറ്റ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവാമെന്നതായിരുന്നു കെ.പി.സി.സിയുടെ നിലപാട്. എന്തായാലും അനിൽകുമാറിൻ്റെ വിശദീകരണം ഉൾക്കൊള്ളാതെ അനിൽകുമാറിനെതിരെ നടപടിയെടുക്കാനായിരുന്നു കെ.പി.സി.സി നേതൃത്വത്തിൻ്റെ നീക്കം. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇപ്പോൾ കെ.പി. അനിൽകുമാർ വാർത്താ സമ്മേളനം വിളിച്ച് നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നത് എന്നതാണ് സൂചന. അദ്ദേഹം 11 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. 11 മണിക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹം നിർണായകമായ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വിടുന്നു എന്നൊരു തീരുമാനമാണോ പ്രതീക്ഷിക്കുന്നത്? അതിനൊപ്പം തന്നെ തന്റെ ഭാവി എങ്ങോട്ടേക്ക് എന്നൊരു സൂചന കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അദ്ദേഹത്തിൽ നിന്നും? നമുക്ക് കെ.പി. അനിൽകുമാറിന്റെ കൃത്യമായ മൂവ്മെന്റ്, അടുത്ത നീക്കം അറിയണമെങ്കിൽ 11 വരെ ഒന്ന് കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം അനിൽകുമാർ ഈ വിഷയത്തിൽ എന്താണെന്ന് വ്യക്തത വരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് പുതിയ ചില രാഷ്ട്രീയ സാധ്യതകളിലേക്ക് കെ.പി. അനിൽകുമാർ കടക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന സൂചന. അത് കെ.പി.സി.സിയുമായുള്ള കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നീക്കമാവാനാണ് സാധ്യത. കാരണം നേരത്തെ ഈ അച്ചടക്ക നടപടി പിൻവലിക്കാത്തതിൽ കെ.പി. അനിൽകുമാറിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. കെ.പി. അനിൽകുമാറിനൊപ്പം നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശിവദാസൻ നായർ, ഒപ്പം തന്നെ വിശദീകരണം ആവശ്യപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവർ രണ്ടുപേരോടും കെ.പി.സി.സി സ്വീകരിച്ച സമീപനം തന്നോട് ഉണ്ടായില്ല എന്നതടക്കമുള്ള നിലപാടുണ്ട്. ഒപ്പം ഈ വിഷയങ്ങളിൽ മറ്റ് രണ്ടുപേരുടെയും വിശദീകരണങ്ങൾ കെ.പി.സി.സി ഉൾക്കൊണ്ട് അതിൽ ഇനി തുടർ നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്കും എത്തിയിരുന്നു. പക്ഷേ അനിൽകുമാറിൻ്റെ കേസിൽ തുടർ നടപടി ഉണ്ടാകും, വിശദീകരണം തൃപ്തികരമല്ല എന്നതായിരുന്നു കെ.പി.സി.സിയുടെ നിലപാട്. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ്, ഇത്തരം ഒരു നീക്കത്തിൽ പ്രതിഷേധിച്ചുകൂടിയാണ് കെ.പി. അനിൽകുമാർക്ക് അടുത്ത ചില നീക്കങ്ങളിലേക്കെന്നാണ് സൂചന. എന്തായാലും ഏത് പുതിയ മൂവ്മെന്റ് ആണ് നടത്തുന്നത്, പുതിയ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പമാണോ തുടങ്ങിയതിൽ വ്യക്തത ഇനിയും ഉണ്ടാവേണ്ടിയിട്ടുണ്ട്. സജിത്ത്, വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. അപ്പോൾ മുന്നണിയിൽ നിന്ന് പല ഘടകകക്ഷികളും പോയത് വലിയ ക്ഷീണം മുന്നണിയെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പ്രമുഖർ പോകുന്നതും കൊഴിഞ്ഞു പോകുന്നതും കോൺഗ്രസ് എന്ന പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതാണ്. മറുവശത്ത് LDF കൂടുതൽ കരുത്താർജിക്കുന്നു, കൂടുതൽ പേരെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. PS പ്രശാന്ത് പോലും CPM-ൽ അംഗമാകുന്നതും നാടകീയമായും ഒപ്പം വലിയ സ്വീകരണത്തോടെയും അവിടെ അംഗത്വം എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ പോലും അനുനയ ശ്രമങ്ങളോ അനിൽകുമാറിനെ കോൺഗ്രസിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്ന നീക്കങ്ങളോ ഉണ്ടാകുന്നില്ലേ? ഇതിൽ കോൺഗ്രസ് ചില സുപ്രധാന നീക്കങ്ങൾക്ക് തുടക്കമിടുന്നു എന്നുകൂടി നമുക്ക് കരുതണം. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന DCC അധ്യക്ഷന്മാരുടെ 2 ദിവസത്തെ ക്യാമ്പ് യോഗത്തിൽ കെ.പി.സി.സി അധ്യക്ഷൻ K. സുധാകരൻ പ്രവർത്തകർക്ക് നേതാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ് ചില കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായാലും പാർട്ടിയിൽ അച്ചടക്കം പാലിക്കുമെന്ന് തന്നെയാണ്. അതായത് ചില നഷ്ടങ്ങൾ ഉണ്ടായാലും ചില അച്ചടക്കം പാലിക്കാൻ കർശനമായ തീരുമാനം ഉണ്ടാകുമെന്ന നിലപാടെടുത്തിരുന്നു. അത് ഇത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടി എന്ന് വേണം കരുതാൻ. എന്തായാലും അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടി എടുക്കണം എന്ന നിലപാട് കെ.പി.സി.സി നേതൃത്വത്തിനുണ്ട്. കാരണം നേതാക്കൾക്കെതിരെ വലിയ പരാമർശം നടത്തി എന്ന് മാത്രമല്ല, ആ നിലപാടിൽ വീണ്ടും തുടർന്ന് നിൽക്കുകയും ചെയ്തു. നേരത്തെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നൊരു നിലപാടിലേക്ക് ഇവർ വന്നതും.
ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. കാരണം തൊട്ടു മുമ്പ് ജനറൽ സെക്രട്ടറി ആയി സംഘടനാ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ്. ഇത് ഇത്ര പ്രധാനപ്പെട്ട പോസ്റ്റിലിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പാർട്ടിയുമായി ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലേക്കുള്ള സൂചന വരുന്നു. സ്വാഭാവികമായും അനിൽകുമാർ പാർട്ടി വിടുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ആ തരത്തിൽ വലിയ നഷ്ടമുണ്ടാക്കും. മറ്റൊന്നും കൂടിയുള്ളത്, കോഴിക്കോട് നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാവാണ് അനിൽകുമാർ. പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അനിൽകുമാർ കോഴിക്കോട് ജില്ലയിൽ പാർട്ടി വിടുകയാണെങ്കിൽ സ്വാഭാവികമായും അത് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിനും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, കോൺഗ്രസിന് ഇതുവരെയും ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. അത് അത്തരത്തിൽ സംഘടന ദുർബലമായ ഒരു ഇടത്ത് ഒരു നേതാവ് കൂടി അവിടുന്ന് നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തും എന്ന കാര്യത്തിലും തർക്കമില്ല. നേരത്തെ PS പ്രശാന്തിനൊക്കെ സമാനമായ മറ്റൊരു നീക്കമാണോ, ഇടത് ക്യാമ്പിലേക്കുള്ളൊരു നീക്കമാണോ ഒക്കെ KP അനിൽകുമാർ ലക്ഷ്യമിടുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും KP അനിൽകുമാർ നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ ഒരുങ്ങുന്നു. അത് 11 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കും എന്നതാണ് നിലവിലെ സാഹചര്യം. ശരി സജിത്ത്, തുടരുക. ഇപ്പോൾ PM സുരേഷ് ബാബു NCP നേതാവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ് KP അനിൽകുമാർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ചില നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്നു. അച്ചടക്ക നടപടി പിൻവലിക്കാത്തതിൽ അതൃപ്തിയുള്ള അദ്ദേഹം കോൺഗ്രസ് വിടുന്നു എന്ന സൂചനകളാണ് വരുന്നത്. താങ്കൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? KP അനിൽകുമാർ കോൺഗ്രസ് വിടുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക പാർട്ടി? KP അനിൽകുമാർ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുവന്ന് കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിലെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ, അത് പ്രത്യേകിച്ച് കേരള വിദ്യാർത്ഥി യൂണിയൻ, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള പൊരുതുന്ന സംഘടനകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ ഈ ആശയപരമായ വ്യതിയാനത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണം. സംഘടനാപരമായ പ്രതിസന്ധിയേക്കാൾ കൂടുതൽ കോൺഗ്രസ് അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബോധ്യം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതിക്കായിരിക്കും കൂടുതൽ പ്രാമുഖ്യം നൽകുക എന്ന് തന്നെയാണ് എന്റെ വിചാരം. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴൊക്കെ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സാമൂഹ്യ സാമ്പത്തിക ക്രമത്തെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സമീപനമാണ് ശ്രീമാൻ അനിൽകുമാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ആശയപരമായ വ്യതിയാനം സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭവിച്ചിരിക്കാനിടയില്ല. അത് കഴിഞ്ഞ കുറെ ദീർഘമായ കാലഘട്ടം അദ്ദേഹം ഒരുതി സൂക്ഷിച്ച ചില ആശയങ്ങളോടും സമീപനങ്ങളോടും ഉള്ള കൂറും പ്രതിബദ്ധതയും പുലർത്തുക തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സമീപനം. കോൺഗ്രസ് വിടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. കാരണം കോൺഗ്രസിൽ ഇത്തരം ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യം ഇന്ന് ഉണ്ട്. ആ വസ്തുത കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ച് അവരെ നെയ്യാർ ഡാം കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ശില്പശാല നടത്തിയത് കൊണ്ടൊന്നും കോൺഗ്രസ് റിവൈവ് ചെയ്യപ്പെടുകയില്ല. പക്ഷെ അച്ചടക്കം കൃത്യമായി നടപ്പാക്കുക, അച്ചടക്കത്തോടെ മുന്നോട്ട് അതിനെ കുറച്ച് വില കൊടുക്കേണ്ടി വന്നാൽ പോലും എന്നതാണല്ലോ പുതിയ നേതൃത്വം പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ശ്രീ PM സുരേഷ് ബാബു, KP അനിൽകുമാറിനെ സംബന്ധിച്ച് അവിടെ തുടരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു. NCPയുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? NCPയുമായി ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇന്നലെ മുഴുവൻ NCP പ്രസിഡന്റ് ശ്രീ PC ചാക്കോയോടൊപ്പം ഞാൻ ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു. അതുവരെ അങ്ങനെ ഒരു ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ NCP പ്രസിഡന്റിനെ കുറിച്ച് പറയാതിരുന്നത്. ഇന്നലെ രാത്രി വരെ, ഇന്നലെ ഒരു 6:30 മണി വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഉണ്ടായിരുന്നു. ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളിലൊന്നും ഇത്തരം ഒരു പരാമർശം വന്നിട്ടില്ല. ഞങ്ങൾ ആരുമായും ബന്ധപ്പെട്ടിട്ടുമില്ല. അത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷമായ
ഒരു രാഷ്ട്രീയ ചിന്തക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഇത് നിലനിൽക്കുമ്പോഴും ഞാൻ പറയാം, അദ്ദേഹം NCP-യിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പൂർണ്ണ മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ശരി, ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ഇപ്പോൾ PS പ്രശാന്ത് CPM-ലേക്ക് പോയി. കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാവുകയാണ്. പല അതൃപ്തർ, നിങ്ങളെപ്പോലെ കുറച്ച് അധികം പേർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തീരുമാനമെടുത്തു പോയവരാണ്. ഇങ്ങനെ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുമ്പോഴും അനുനയ ശ്രമങ്ങളോ അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? കോൺഗ്രസ് നേതൃത്വത്തെ ഇന്ന് നയിക്കുന്ന വികാരം ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ആ ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഒരു തരത്തിലുള്ള അനുനയനവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത്. ഉള്ള ആളുകൾ മതി എന്ന നിലപാട് ഈ പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, കാരണം നമ്മൾ കാണണ്ടേ, ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഞാനൊക്കെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നേതാവാണ്. അപ്പോ അത് വലിയ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും വേണമെങ്കിൽ വേറെ പാർട്ടി ഉണ്ടായി പൊയ്ക്കൊള്ളാനൊക്കെ പറയുന്ന അവസ്ഥ ഈ പാർട്ടിക്കുണ്ടായില്ലേ? ഈ പാർട്ടിയുടെ MP-മാർ പറഞ്ഞില്ലേ? അതിനെതിരെ വളരെ പ്രതിഷേധം വന്നപ്പോഴല്ലേ ഒരു നോട്ടീസ് അയക്കാൻ തയ്യാറായത് ഈ അവസരത്തിൽ. അതാണ് സമീപനം. ആ സമീപനം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരാളുടെ ധിക്കാരവും ധാർഷ്ട്യവും അനുവദിച്ചു കൊടുക്കാത്ത ഒരു കൾച്ചറാണ് കേരളത്തിന്റെ സമൂഹ മനസ്സ്. അച്ഛന്റെ ധിക്കാരം അംഗീകരിക്കാൻ മകന് കഴിയാത്ത, മകന്റെ ധാർഷ്ട്യം അംഗീകരിക്കാൻ അച്ഛന് കഴിയാത്ത ഒരു സാമൂഹ്യ ചിന്താഗതി ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വം ധാർഷ്ട്യവും ധിക്കാരവും വെച്ചു പുലർത്തിയാൽ എങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ആളുകൾ നിൽക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ PM സുരേഷ് ബാബു ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീകുമാർ, അനിൽകുമാർ ഇന്ന് 11 മണിക്ക് വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ അതൃപ്തനാണ്. അദ്ദേഹത്തിന്റെ ഈ വിവാദ പ്രസ്താവനയിൽ നൽകിയ വിശദീകരണത്തിൽ നേതൃത്വത്തിനും തൃപ്തിയില്ലാത്ത സാഹചര്യമാണ്. ഇന്ന് 11 മണിക്ക് ശേഷം അനിൽകുമാർ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അനിൽകുമാർ എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം അന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അനിൽകുമാറിന് KPCC കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തതും അതിനു മുമ്പ് തന്നെ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിന് സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ തൃപ്തികരമായ മറുപടി കൊടുക്കണം. കാരണം പാർട്ടിയോട് താല്പര്യമുള്ളവരും പാർട്ടിയിൽ നിൽക്കുന്നവരുമാണെങ്കിൽ KPCCയുടെ നോട്ടീസിന് അർഹമായ മറുപടി കൊടുക്കണം. അത് അനിൽകുമാർ എന്ത് മറുപടിയാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ വാർത്താപ്രകാരം തൃപ്തികരമല്ല KPCCക്ക് എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ KPCCയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനമായിരിക്കാം. അത് അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ തൃപ്തികരമല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തൃപ്തികരമാണോ എന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ നിങ്ങളുടെ വാർത്ത വെച്ചിട്ടാണ് ഈ പ്രതികരിക്കുന്നത്. അപ്പൊ അനിൽകുമാറിനെ സംബന്ധിച്ച് അനിൽകുമാർ അന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് ഏത് കോൺഗ്രസ്സുകാരനും, അത് കോൺഗ്രസിന് പുറത്തുള്ളവരും പോലും ഇത്രയ്ക്ക് വേണമായിരുന്നോ എന്ന് ചിന്തിച്ചവരുണ്ട്. കാരണം ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഇത്രയും മോശമായ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 10-40 വർഷമായിട്ട് ഈ പ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്ന ഒരാളാണ്. ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും രൂക്ഷമായ ഭാഷയിൽ, ഇത്രയും അവഹേളനാപരമായ രീതിയിൽ പ്രതികരണം നടത്തുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ KPCC ജനറൽ സെക്രട്ടറിയാണ് അനിൽകുമാർ. KPCCയുടെ മുതിർന്ന നേതാവാണ്, മത്സരിച്ചിട്ടുണ്ട്, KPCC ഓഫീസിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ഭാരിച്ച ചുമതലകൾ വഹിച്ച ഒരു നേതാവിൽ നിന്നും അദ്ദേഹം വർഷങ്ങളായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ തീർത്തും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു പരാമർശം നടത്തിയല്ലോ എന്ന് അന്ന് ഒരുപാട് പേര് ചിന്തിച്ചു. ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചു. അത്രയ്ക്ക് വേണമായിരുന്നു എന്ന് ചിന്തിച്ചു. അപ്പൊ അതിന് തക്കതായ മറുപടി. കാരണം ഇപ്പൊ K മുരളീധരൻ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട്, അഹമ്മദ് പട്ടേലിനെയും സോണിയാഗാന്ധിയൊക്കെ വളരെ മോശമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിമർശനം ചിലപ്പോൾ പെട്ടെന്നൊരു അവിവേകം കൊണ്ട് നിരാശ കൊണ്ടൊരു അവിവേകം നമ്മൾ കാണിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു നിരാശയിൽ നിന്നുള്ള അവിവേകമാണെങ്കിൽ തിരുത്താനുള്ള അവസരമുണ്ട്. അതിനാണ് ഈ നോട്ടീസ് കൊടുക്കുന്നതും മറുപടി ചോദിക്കുന്നതും. അപ്പൊ K മുരളീധരനെ പോലുള്ളവരൊക്കെ അങ്ങനെ തെറ്റ് പറഞ്ഞ് തിരിച്ചു പാർട്ടിയിലേക്ക് വന്നവരാണ്.
അതുപോലെ അനിൽകുമാറിന് പാർട്ടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാവുന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പാർട്ടിയോട് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാടെടുക്കാം. കാരണം കോൺഗ്രസിന്റെ നല്ല കാലത്ത് കോൺഗ്രസിനൊപ്പം നിൽക്കുക, കോൺഗ്രസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ കോൺഗ്രസിനെ വിടുക എന്നുള്ള ചില നേതാക്കളുടെ സ്വഭാവമാണ്. അനിൽകുമാർ ആ സ്വഭാവക്കാരനാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു രീതി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. നേരെ മറിച്ച് ഉത്തരേന്ത്യയിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ്. കാരണം അവർ പിറ്റേന്ന് ഏതെങ്കിലും പാർട്ടിയിൽ പോകും, പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് കോൺഗ്രസില്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഉണ്ടാകാറില്ല. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടമാണ്. അങ്ങനെയൊക്കെയുള്ള ആവർത്തനങ്ങൾ ഉണ്ടായാൽ അത് പാർട്ടിയെ കൂടുതൽ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുക. മറുഭാഗത്ത് നമ്മൾ കണ്ടു PS പ്രശാന്തിനെ CPM കൊടുത്ത സ്വീകരണം എന്താണ് എന്ന് കണ്ടു. അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയ നിലപാടുകളിൽ പോലും മാറ്റം വരുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമീപനം മുതിർന്ന നേതാക്കളോട് പോലും സ്വീകരിക്കുന്നത്. അല്ലാതെ വ്യത്യാസമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പുറത്തു പോകാം. അപ്പൊ നിങ്ങൾക്ക് തമാശയിലെ വരെ കോൺഗ്രസ്സുകാർക്ക് ആർക്കും വേണ്ട എല്ലാത്തിനെ പുറത്തുവിടുന്നു പറയും. CPM-ന്റെ ഇത് പുതിയ നയമല്ല, CPM-ന്റെ പഴയ നയം തന്നെയാണ്. കാരണം TK ഹംസ DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ അവർ ക്ഷണിച്ചുകൊണ്ടുവന്ന മന്ത്രി MLA MP ആക്കി. അതിനുശേഷം ചെറിയ ഫിലിപ്പിനെ ക്ഷണിച്ചുകൊണ്ടുവന്നു, അദ്ദേഹത്തിന് കാര്യമായി സ്ഥാനം കൊടുത്തില്ല. അതിനുശേഷം ശോഭനാ ജോർജിനെ കൊണ്ടുവന്ന് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാക്കി. അതിനിടക്കാലത്ത് വെച്ച് ലോനപ്പൻ നമ്പാടനെ കൊണ്ടുവന്നിട്ട് മന്ത്രിയും MLA MP ആക്കി. അപ്പൊ CPM ഇതൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. എന്ന് വെച്ച് ഇവരാരും CPM-ൽ പോയിട്ട് ബഹളം വെച്ചിട്ടില്ല. അത് ആലോചിക്കണം. CPM-ന്റെ ഒരു ജീവിത നടപടിയും ഹംസ ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു ശക്തമായ ഗ്രൂപ്പിസം വന്നപ്പോൾ ഹംസ പിണറായി വിജയന് വേണ്ടി പരസ്യമായിട്ട് കവലയിൽ നിന്ന് അച്യുതാനന്ദനെ പരിഹസിച്ച് പ്രസംഗിച്ചതൊക്കെ നിങ്ങളുടെ കളക്ഷനിൽ കാണുമല്ലോ. അപ്പൊ അതാണ് CPM നയം. കോൺഗ്രസിന് അങ്ങനെയല്ല. കോൺഗ്രസിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ആ ആളെ കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം 3 വർഷം കഴിഞ്ഞാലേ കോൺഗ്രസിൽ സ്ഥാനം കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ എന്നാൽ പോലും കോൺഗ്രസിലേക്ക് വരുന്നവരെ സ്വീകരിക്കുകയും എന്നാൽ പിന്നെ വലിയ CPM കാണിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയ വഞ്ചനാപരമായ രീതിയിലേക്ക് പോവുകയും ചെയ്യില്ല. ഇതിപ്പോ ചെറിയ ഫിലിപ്പിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചെറിയ ഫിലിപ്പ് ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ 2 പുസ്തകം എഴുതാണെന്നല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ ഫിലിപ്പിനെ പോലെ ഭൗതിക തലത്തിൽ വിളങ്ങി നിന്നവരൊക്കെ അവർ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഭൗതിക തലത്തിൽ വിളങ്ങാത്തവരെ അവർ വേറെ രീതിയിൽ ഉപയോഗിക്കും. അതാണ് CPM-ന്റെ നയം. അത് പുതിയതൊന്നുമല്ല, അത് പഴയത് തന്നെയാണ്. അതിപ്പോ ഇപ്പൊ അവരെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ നയം. ഇപ്പൊ മിനിഞ്ഞാൻ തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഇന്നലെ നിങ്ങൾ എന്താ കണ്ടേ? നിങ്ങൾ ഈരാറ്റുപേട്ട എന്താ കണ്ടത്? SDP-യുമായി ചേർന്നിട്ട് കോൺഗ്രസിനെ പുറത്താക്കി മതേതര പാർട്ടിയിൽ നിന്ന് പിന്നെ പ്രസംഗിക്കുകയും ചെയ്യും വിജയരാഘവൻ. ഇതൊക്കെയാണ് CPM-ന്റെ നയം. ഇതൊക്കെ ജനത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരി, എന്തായാലും അനിൽകുമാർ കടുത്ത തീരുമാനത്തിലേക്ക് എന്ന സൂചനകളാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനം എന്ത് എന്ന് 11 മണിയാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ ഞങ്ങളോട് സഹകരിച്ചതിന്. TG സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പുറത്തു പോകാം എന്നൊരു സമീപനം ആണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത്, നടപ്പാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം പോലും ആ നിലയ്ക്കുള്ളതായതുകൊണ്ടാകും പുറത്തേക്കുള്ള വഴി ഒരുങ്ങുന്നത് എന്നാണ് ശ്രീ N. ശ്രീകുമാറിനെ പോലെയുള്ളവർ കരുതുന്നത്. എന്താണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ? അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു പ്രസ്താവന കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരം ചില പ്രസ്താവനകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്നുകൂടിയുള്ളത്, PS പ്രശാന്ത് പാർട്ടി വിടുന്നു, കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച അതേ വേദിയിൽ തന്നെയാണ് KP അനിൽകുമാറും എത്തുന്നത്. അതേയിടത്ത് തന്നെയാണ് വാർത്താസമ്മേളനം നടത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം അനിൽകുമാർ പ്രഖ്യാപിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അനിൽകുമാർ അദ്ദേഹത്തിനെതിരെ ഈ DCC പ്രസിഡന്റ് പ്രഖ്യാപനത്തിന് ശേഷം നടപടി ഉണ്ടാകുന്നു. പിന്നീട് കോൺഗ്രസുമായി അദ്ദേഹം വലിയ അകൽച്ചയിലുണ്ടായിരുന്നു. നേതാക്കളുമായുള്ള ആശയവിനിമയം KP അനിൽകുമാർ നടത്തി വന്നിരുന്നില്ല. ഇതിനിടയിൽ അനിൽകുമാറിന് വിശദീകരണം ചോദിക്കുക, വിശദീകരണം നൽകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വീണ്ടും വാർത്താസമ്മേളനം നടത്തി ചില രൂക്ഷമായ പരാമർശങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടയിൽ അദ്ദേഹം വിശദീകരണം നൽകി. ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നതാണ് വിലയിരുത്തൽ. അതായത് KPCCക്ക് KP അനിൽകുമാർ കോൺഗ്രസിനൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ബോധ്യം നേരത്തെ തന്നെ വന്നിരുന്നു. അത് മുന്നിൽ കണ്ടുകൂടി ഒരു നീക്കം അവർ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും KP അനിൽകുമാറിൻ്റെ ഈ നിർണായക പ്രഖ്യാപനത്തോട് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. KP അനിൽകുമാറിൻ്റെ നീക്കത്തോട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്ന മുറയ്ക്ക് അക്കാര്യത്തിൽ ഒരു നേതാക്കളുടെ പ്രതികരണങ്ങളും ഉണ്ടാകും. VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടാകാനും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള കൂടിക്കാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കും. ശരി, എന്തായാലും 11 മണിക്ക് അദ്ദേഹത്തിന്റെ തീരുമാനം അറിയാം വാർത്താ സമ്മേളനത്തിലൂടെ. അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം.
വാർത്തകൾ തുടരുന്നു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശ വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ മതസൗഹാർദ്ദം തകർക്കുന്ന പ്രചാരണം ശക്തമായ പശ്ചാത്തലത്തിലാണ് സർക്കാരിനുമേൽ സമ്മർദ്ദമേറുന്നത്. സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ള വിദ്വേഷ പ്രചാരണം തടയാൻ സർക്കാർ ഇത്തരം നീക്കം നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷമടക്കം ഉന്നയിച്ചിട്ടുമുണ്ട്. പി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ്. പല മന്ത്രിമാരും അവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെയായിരുന്നു രൂക്ഷമായ വിമർശനം നടത്തിയതും. എങ്ങനെയുള്ള ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ? ആദ്യം മുഖ്യമന്ത്രി വിവാദ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. പക്ഷെ അതിനുശേഷം സർക്കാർ ഒരു കുറച്ചുകൂടി ജാഗ്രതയോടുള്ള സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എടുത്തുചാടി കാര്യമായ പ്രതികരണങ്ങൾ ഇനി വേണ്ട എന്ന നിലപാടാണ് CPM നേതൃത്വത്തിനും CPM-ന്റെ മന്ത്രിമാർക്കും ഒക്കെ ഉള്ളത്. CPI ആദ്യഘട്ടത്തിൽ ഇതിനെ എതിർത്ത് പറഞ്ഞു. പക്ഷെ അവരും ഒരു ഭയപ്പെട്ട നിലപാടിലേക്ക് മാറുന്നു. കാരണം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പാലാ ബിഷപ്പ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റു ബിഷപ്പുമാരും അദ്ദേഹത്തിന് പിന്തുണമായി എത്തുന്നു. BJP ആകട്ടെ ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി കണ്ട് ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നു. പ്രതിപക്ഷ നേതാവും ആദ്യം കടുത്ത നിലപാടെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹവും മയപ്പെടുന്നു. ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്ന ആശങ്കകൾ അന്വേഷിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷവും നീങ്ങുന്നു. രണ്ട് മുന്നണികൾക്കുമുള്ള ഒരു പ്രധാന പ്രശ്നം, രണ്ട് മുന്നണികളിലെയും കേരള കോൺഗ്രസ് പാർട്ടികൾ ഈ വിഷയത്തിൽ ബിഷപ്പിനൊപ്പമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവരെ തള്ളിപ്പറയാനും കഴിയാത്ത അവസ്ഥ മുന്നണികൾക്കുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു സർവകക്ഷി യോഗമോ അല്ലെങ്കിൽ മതനേതാക്കളുടെ യോഗമോ ഒക്കെ വിളിക്കണമെന്ന ആവശ്യം ശക്തമായി വരുന്നുമുണ്ട്. അതിന് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇത് വിദ്വേഷ പ്രചരണത്തിന് വഴിയുണ്ടാക്കുന്നുണ്ട്. അത് വലിയ അപകടകരമെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. പ്രതിപക്ഷ നേതാവ് അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് സർക്കാർ ഒരു സർവകക്ഷി യോഗം അല്ലെങ്കിൽ മതനേതാക്കളുടെ യോഗം വിളിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി വരുന്നത്. നിലവിൽ സർക്കാർ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. കുറച്ചുകൂടി കളത്തിരുന്ന എല്ലാവരിൽ നിന്നും ഒരു സമവായത്തുള്ള തീരുമാനം ഉണ്ടായ ശേഷം അത്തരം കാര്യങ്ങളിൽ കടക്കാനാണ് സർക്കാർ ആലോചന. ഏതായാലും വളരെ ജാഗ്രതയോടെ വിഷയത്തിൽ പ്രതികരിക്കുന്ന നിർദ്ദേശമാണ് CPM മന്ത്രിമാർക്കും മറ്റു നേതാക്കൾക്കും നൽകിയിട്ടുള്ളത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദം അവസാനിപ്പിക്കാനുള്ള സർക്കാർ ഇടപെടൽ എന്ന ഒരാവശ്യമാണ് ശക്തമാകുന്നത്. വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ മതസൗഹാർദ്ദം തകർക്കുന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശക്തമായ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്മേൽ സമ്മർദ്ദം ഏറുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വീണ്ടും ഫാത്തിമ തെഹ്ലിയ. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം നടത്തുന്നത് തെറ്റായ പ്രചാരണം. ഹരിതയുടെ നീക്കം ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നില്ല. പാർട്ടിയിലെ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ല എന്നും ഒരു ഗ്രൂപ്പിൽ നിന്നും സഹായം ലഭിച്ചിട്ടില്ല എന്നും ഫാത്തിമ തെഹ്ലിയ ന്യൂസ് 18നോട് പറഞ്ഞു. CH കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നടക്കുന്നത്. ആ വഴിയിൽ ഇനിയും തുടരുമെന്നും ഫാത്തിമ പറഞ്ഞു. ഇപ്പം ഏറ്റവും ഒടുവിലും തുടർച്ചയായിട്ട് പിന്നെ നിങ്ങൾക്കെതിരെയുള്ള പ്രചരണം, നിങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്നു, പിന്നെ ആ തരത്തില് മീഡിയൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കെതിരെ എന്ന് പറയുന്നു, ഈ ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെയാണ് ആരോപണം. എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? അല്ല, ഇതൊക്കെ ആരോപിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം അതൊന്നും ശരിയല്ല എന്നുള്ളത്. ഇപ്പൊ ഒരു തീരുമാനവും നിലപാടും എടുത്തിട്ടുണ്ട്. ആ നിലപാടിൽ ഒരു വിശദീകരണം പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. അതിനുപയോഗിക്കുന്ന വാദങ്ങളും വാക്കുകളും മാത്രമാണത്. അത്തരം ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല? ഒരിക്കലും ഇല്ല. അത് 100% അതിനൊപ്പം സഞ്ചരിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള രൂപത്തിൽ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടായിരിക്കും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ തെറ്റിദ്ധാരണ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇതല്ലാതെ വേറെ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഇങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പം കൊടുക്കാൻ പറ്റുക? സാധാരണഗതിയിൽ ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റീനെ ഞാൻ മനസ്സിലാക്കുന്നത് MSF ആണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നത് നേതൃത്വം അനവസരത്തിലൊക്കെ ഇങ്ങനെ ഇടപെടുന്നു ഹരിതയുടെ വിഷയത്തിൽ എന്നുള്ളതായിരുന്നു. അപ്പൊ പിരിച്ചുവിട്ടു, ഒടുവിൽ പുതിയ കമ്മിറ്റീനെ തെരഞ്ഞെടുക്കുന്നു ലീഗാണ്. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ അഭിമാനകരമായ അസ്തിത്വം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ പക്ഷെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തീരുമാനങ്ങൾ നിർണ്ണയിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള നേതൃത്വത്തിന്റെ ഒരു കൈകടത്തലല്ലേ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടും
തുടർച്ചയായിട്ടും ഇങ്ങനെ ലീഗിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു കൈകടത്തലായിട്ട് കണ്ടുകൂടെ? ഓരോ സമയത്തുള്ള ഇടപെടലുകളും ഹരിതയുടെ കമ്മിറ്റി മരവിപ്പിച്ചതാണെങ്കിൽ, ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റിയെ പിരിച്ചുവിട്ടതാണെങ്കിൽ, ഇപ്പൊ പുതിയ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതാണെങ്കിൽ ഒക്കെ ഒരു വിഭാഗമായിട്ടുള്ള, അതായത് മുസ്ലിം ലീഗിന്റെ ഹൈപവർ കമ്മിറ്റി എന്ന് പറയപ്പെടുന്ന ആളുകളാണ്. അപ്പം ആ ഹൈപവർ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്നുള്ളതല്ല, അത് ഭരണഘടനക്ക് അനുസൃതമാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പിന്നെ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുണ്ട്, ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറി എന്നുള്ളൊരു വാദം വരുന്നുണ്ട് പല കോണുകളിൽ നിന്നും. അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പരാതിയും മറ്റ് നിങ്ങൾ അതിന് തുടർ നീക്കങ്ങളൊക്കെ നടത്തിയത്, അങ്ങനെ ഉള്ള ആരോപണത്തിനോടുള്ള പ്രതികരണം എന്താണ്? അങ്ങനെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഏതാണ് ആ ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിന്റെ ഏത് നേതാവാണ് ഈ കുട്ടികൾക്കൊപ്പം നിന്നിട്ടുള്ളത്? അങ്ങനെ ഈ കുട്ടികളുടെ ഒപ്പം നിന്നിട്ട് സംസാരിക്കുക, അവരുടെ വേദനയില് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏത് നേതാവ് സംസാരിക്കും? അതിൽ തന്നെ വ്യക്തല്ലേ ഇതിൽ എവിടെയാ ഗ്രൂപ്പ് ഉള്ളതെന്ന്? അതൊക്കെ ഒരു വാദമാണ്. ഇത്തരത്തിലൊരു വിഷയം വരുമ്പോ അതിനെ ചെറുതാക്കി കാണിക്കാനുള്ള വാദങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഹരിതയുടെ രൂപീകരണ സമയത്ത് പലപ്പോഴും നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്, CH ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതാക്കന്മാര് അവർ സ്വപ്നം കണ്ട ഒരു സ്ത്രീകളുടെ മുന്നോട്ടുള്ള വരവിനെ, വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഉള്ള വരവിനെയൊക്കെ സാക്ഷാത്കരിക്കുന്നതായിരുന്നു ഹരിതയുടെ രൂപീകരണവും തുടർന്ന് അങ്ങോട്ട് ഹരിതയുടെ പ്രവർത്തനവും ക്യാമ്പസുകളിൽ. അപ്പൊ ഈ ഹരിത മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച, ലീഗിനകത്ത് നിന്ന് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് ഇനി എത്രത്തോളം ആഘാതമാണ് ഇപ്പം ഈ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കരുതുന്നത്? ഒരേ ഒരു മറുപടി എനിക്ക് ഇതിൽ പറയാനുള്ളൂ. CH പഠിപ്പിച്ച പെൺകുട്ടികളാണ് ഞങ്ങൾ ഓരോ ആളുകളും. ആ പഠനം അല്ലെങ്കിൽ ആ വഴിയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് നിങ്ങളെ പൂർണ്ണമായ ബോധ്യം? ആ പഠനമാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്, ഇനി നയിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം, ഈ നിങ്ങൾ ലിബറലിസത്തിന്റെ ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ആ പരാതി തന്നെ പറഞ്ഞിരുന്നു, ഫെമിനിസം ഒരു പ്രത്യേകതരം ഫെമിനിസമാണ്, ഫെമിനിസം ലിബറലിസം, അങ്ങനെ മതനിരാസം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ള പ്രചരണം ഇതിന്റെ കൂടെ വളരെ സൈലന്റ് ആയിട്ടാണെങ്കിൽ പോലും പക്ഷെ അത് ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം പ്രചരണങ്ങളോട് എന്താണ് മറുപടി? അത് ഞങ്ങൾക്കെതിരെ നടക്കുന്ന, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ഇതിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളാണ്. അതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ എതിരെ നടക്കുന്ന ഈ വേട്ടയാടല്. അത് തുറന്നു പറയാനുള്ള ശ്രമങ്ങളായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഫലത്തിൽ ഇത് പിന്നെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ CHന്റെ വഴിയിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴുള്ള ലീഗിലുള്ള പലർക്കും പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയല്ലേ അത് മനസ്സിലാക്കുന്നത്, വ്യക്തമാക്കുന്നത്? ഒരു കാര്യം ഷഹീദ്, അതായത് നമ്മളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് CH തന്നെ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ നേതാക്കളെയല്ല ഈ പാർട്ടിയെ കണ്ടിട്ടാണ്, ആദർശം കണ്ടിട്ടാണ് വരേണ്ടത്. ഞങ്ങൾക്ക് ആദർശം ഇതിനേക്കാൾ പിന്നെ നല്ലൊരു ആദർശം ഞങ്ങൾക്ക് തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് അടുപ്പിച്ചതും ആ ആദർശമാണ്, അല്ലാതെ നേതാക്കന്മാരല്ല. അച്ചടക്ക ലംഘനത്തിന് ഇന്നലെ ഫാത്തിമയെ MSF ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അതിനുശേഷം നൽകിയ പ്രതികരണമാണ് ഇത്. മുഹമ്മദ് ഷഹീദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഷഹീദ്, ഇന്നലെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എന്നതിൻ്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങളാണ് ഗൂഢാലോചന, മറ്റ് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നതൊക്കെ. അതൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് തഹ്ലിയ. ഇനി അവരുടെ നീക്കം എന്താണ്? വലിയ വിശദമായി തന്നെ ഒരു സംഭാഷണമായിരുന്നു. എന്താണ് അവരുടെ നീക്കം, ഇപ്പോഴത്തെ നേതൃത്വത്തിനോടുള്ള സമീപനം? രേണുക, അവർ ഈ മുസ്ലിം ലീഗ് നേതൃത്വമെടുത്ത ഇപ്പോൾ ഹരിത വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത മുഴുവൻ തീരുമാനങ്ങളെയും അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിലും അതിനെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന രീതി ഏറ്റവും പ്രധാനമായും ഈ തഹ്ലിയ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ ഉന്നതാധികാര സമിതി ഇത്തരം ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല, ഭരണഘടനാപരമായ അധികാരമില്ല എന്നുള്ളതാണ്. ഹരിത ഇതിനകം തന്നെ പല സമയങ്ങളിലായി ഉയർത്തിയ ഒരു വാദമാണ്. അത് വളരെ കൃത്യമായി ഉയർത്താൻ തന്നെയാണ് ഹരിത നേതാക്കന്മാരുടെ തീരുമാനം. അല്ലെങ്കിൽ
അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട നേതാക്കന്മാരുടെ വനിതാ നേതാക്കന്മാരുടെ തീരുമാനം. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിം ലീഗിനുള്ളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന വലിയ വിമർശനമാണ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ, ഒന്നോ രണ്ടോ നേതാക്കന്മാരുടെ മാത്രം താല്പര്യങ്ങൾ പാർട്ടിയുടെ പൊതു തീരുമാനമായി നടപ്പാക്കപ്പെടുന്നു, അതിന് ഉന്നതാധികാര സമിതി എന്ന സംവിധാനത്തെ ദുരുപയോഗിക്കുന്നു എന്നുള്ള ഒരു വിമർശനം പാർട്ടിയുടെ മറ്റ് ഭാരവാഹി യോഗം, സെക്രട്ടേറിയറ്റ്, പ്രവർത്തക സമിതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ചില നേതാക്കന്മാർ മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നടപ്പാക്കുന്നു, അത് പാർട്ടിയുടെ പൊതു തീരുമാനമായി വരുന്നു എന്നുള്ളത് ലീഗിനകത്ത് തന്നെ പലരും പരസ്യമായും പാർട്ടി യോഗങ്ങളിലുമൊക്കെ വിമർശനം ഉന്നയിച്ചതാണ്. ഈ വിമർശനം ഇപ്പോൾ ഹരിത നേതാക്കന്മാർ കൂടി ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കെതിരെ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടി ചില നേതാക്കന്മാരുടെ മാത്രം താല്പര്യം, പലപ്പോഴും അവർ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേർക്ക് തന്നെയാണ് ഇതിൻ്റെ ചോദ്യം ഏറ്റവും പ്രധാനമായും പോകുന്നത്. ഇപ്പോൾ ഹരിതക്കുള്ളിൽ ഉയരുന്ന വലിയ വിമർശനവും രോഷവും സ്വാദിഖ് അലി തങ്ങളുടെ തീരുമാനത്തിന് വഴങ്ങാൻ മുസ്ലിം ലീഗിൻ്റെ ഈ ഉന്നതാധികാര സമിതി എന്നൊരു സംവിധാനം അതിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ സ്വാദിഖ് അലി തങ്ങളുടെ തീരുമാനം വലിയ വിമർശനവും എതിർപ്പുമൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും മറ്റുമൊക്കെ ഉണ്ടായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി. അതിൻ്റെ ഒപ്പം ഉന്നതാധികാര സമിതിയിലെ ചുരുക്കം ചില 5-6 നേതാക്കന്മാരുള്ള ഈ സമിതിക്ക് അതിനൊപ്പം നിൽക്കേണ്ടി വന്നു. ഇത് ഒരു ഭൂഷണമായ സാഹചര്യമല്ല. ലീഗിന് തന്നെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരം ഒരു വാദം ഹരിതക്കുള്ളിൽ ഉയരുന്നു. അതാണ് ഈ ഉന്നതാധികാര സമിതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയെയും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ ഈ പുറത്താക്കപ്പെട്ട വനിതാ നേതാക്കന്മാർ അവർ പുറത്ത് ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ വിഷയം വലിയൊരു തലവേദന, അവരെ പുറത്താക്കിയെങ്കിൽ പോലും മുസ്ലിം ലീഗിന് ഒരു തലവേദനയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർക്കെതിരെ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. കഴിഞ്ഞ ദിവസം PM സലാം ഉൾപ്പെടെ അത് പറഞ്ഞിരുന്നു. അതായത് ഇവർ ലിബറലിസത്തിൻ്റെയും അതിതീവ്ര ഫെമിനിസത്തിൻ്റെയും വക്താക്കളാണ്. ഇത് വിശ്വാസത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിശ്വാസരാഹിത്യം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന അതിൻ്റെ കൂടെയാണ് ഈ വനിതാ നേതാക്കന്മാർ സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഈ മതത്തെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതിനെ കൂടി ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇത്തരം ഒരു മോശപ്പെട്ട തീരുമാനം എടുക്കുന്നതിനെ ന്യായീകരിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇല്ല. അതുകൊണ്ടാണ് അവർ അത്തരം വാദം ഉന്നയിക്കുന്നത് എന്നുള്ളൊരു പരാമർശം കൂടി തെഹ്ലിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതായത് തങ്ങൾക്കെതിരെ നടക്കുന്ന ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തള്ളുകയാണ്. ഈ പുറത്താക്കപ്പെട്ട വനിതാ നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ കൂടുതൽ പരസ്യമായി ഒരുപക്ഷെ വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ കാര്യങ്ങൾ, ഇത്രയും കാലം നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളുടെ വസ്തുത പുറം ലോകത്തോട് പറയാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രചാരണങ്ങൾ തെറ്റാണ്, പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നതാണ് ഫാത്തിമ തെഹ്ലിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മംഗളൂരുവിൽ ഒരാൾക്ക് നിപ്പ എന്ന സംശയം. സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം നാളെ ലഭിക്കും. മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, നിപ്പ ലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് അവിടെ ഉള്ളത്? രേണുക, ഗോവയിലെ മൈക്രോബയോളജിസ്റ്റായി ജോലി ചെയ്യുന്ന കാർവാർ സ്വദേശിക്കാണ് നിപ്പ എന്ന സംശയത്തെ തുടർന്ന് ഇപ്പോൾ മംഗളൂരുവിലെ വെൻലോക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത്. ഇയാളുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ഇയാൾ നിപയാണെന്ന സംശയം പങ്കുവെച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഇയാൾക്ക് നിപയുമായി ഉള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങളും ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. 5 ദിവസം മുമ്പ് പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ധാരണയിലെത്തിയ CPMന്റെ നിലപാട് ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള നിലപാടാണ്. പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ ഗൂണ്ടാ സംഘങ്ങളെ അയച്ച SDPIയുമായി പരസ്യമായ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാനുള്ള CPMന്റെ തീരുമാനം അടിച്ചമർത്തപ്പെട്ട ക്രൈസ്തവ ജനതയോടുള്ള അങ്ങേയറ്റത്തെ ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. പാലാ ബിഷപ്പിനെതിരെ അക്രമാസക്തമായ പ്രകടനം നടത്താൻ നേതൃത്വം നൽകിയത് ഈരാറ്റുപേട്ടയിലെ കൗൺസിലർമാരാണ്, SDPIയുടെ കൗൺസിലർമാരാണ്. ആ SDPIയുമായി
CPM സഖ്യം ചെയ്തതിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് മാണിയുടെ നിലപാട്, ജോസ് കെ മാണിയുടെ നിലപാട് എന്താണ് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. മതഭീകരവാദ ശക്തികൾക്ക് സർക്കാർ കൈയയച്ച പ്രോത്സാഹനം നൽകുകയാണ്. SDPIയുമായി പരസ്യമായ ധാരണയിലേക്ക് കേരളത്തിൽ CPIM പോവുകയാണ്. SDPI CPM കൂട്ടുകെട്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ നിലപാടിനുള്ള തിരിച്ചടിയാണ്. മതനിരപേക്ഷ ശക്തികൾക്കെതിരെയുള്ള നീക്കമാണ് ഭരണകക്ഷിയായിട്ടുള്ള CPM എടുത്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി വിജയരാഘവനും ജനങ്ങളോട് അവരുടെ നിലപാട് വിശദീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. SDPI CPIM സഖ്യം കേരളത്തിന് വലിയ ആപത്തായി മാറാൻ പോവുകയാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകക്ഷിയുടെ സമീപനം എതിർക്കപ്പെടേണ്ടതാണ്. ജനാധിപത്യ വിരുദ്ധമാണ്. ദേശവിരുദ്ധ ശക്തികളുമായിട്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി CPM കൈകോർക്കുകയാണ്. പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയിൽ പ്രകോപിതരായിട്ടുള്ള SDPI സംഘവുമായിട്ടാണ് CPM കൂട്ടുകൂടിയിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം ഇത് ചർച്ച ചെയ്യണം. കേരളത്തിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു പ്രസ്താവനയ്ക്ക് ശേഷം വന്ന ഒരു കൂട്ടുകെട്ടായിട്ട് തോന്നുന്നുണ്ടോ? നേരത്തെ തന്നെ ഉള്ള ധാരണ ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളതാണ്, അങ്ങനെ തന്നെയാണോ? അല്ല, നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്ന സഖ്യം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. SDPIയുമായി ഈ സന്ദർഭത്തിൽ കൂട്ടുകൂടാൻ CPM കാണിച്ച ധൈര്യം ക്രൈസ്തവ സമൂഹം ചർച്ച ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ SDPI ഒരു ഭീകര സംഘം എന്ന് പറയുന്നു, എന്തുകൊണ്ടാണ് നിരോധനം ഏർപ്പെടുത്താൻ കഴിയാത്തത്? അല്ല, ആ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. SDPI എന്ന് പറയുന്ന മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അധ്യാപകൻ്റെ കൈവെട്ടിയ, മാറാട് കലാപത്തിന് നേതൃത്വം നൽകിയ, കേരളത്തിൽ ഒട്ടേറെ വർഗീയ സംഘർഷങ്ങളുടെ മുമ്പിൽ നിന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് എങ്ങനെയാണ് CPMന് സഹകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ പ്രശ്നത്തെ നിങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. CPM പോലുള്ള എപ്പോഴും മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് SDPIയുമായി പരസ്യ സഖ്യത്തിൽ ഏർപ്പെടുന്നത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ നർക്കോട്ടിക് ജിഹാദിന് കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെടില്ലേ നടപടിയെടുക്കാനും അന്വേഷണം നടത്താനും? അതൊക്കെ സമയം വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊള്ളും. അക്കാര്യത്തിലൊന്നും ആർക്കും ആശങ്ക വേണ്ട. SDPIയും NDFും പോപ്പുലർ ഫ്രണ്ടും എല്ലാം കേരളത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളാണ്. അവരുമായിട്ട് നാട് ഭരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ സഖ്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണോ? ശരി, അത് നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും നാർക്കോട്ടിക് ടെററിസം എന്നുള്ള പദം ഐക്യരാഷ്ട്രസഭയുടെ വിവിധ സമ്മേളനങ്ങളിലും ഏജൻസികളുടെ വിവിധ കണ്ടെത്തലുകളും ഉണ്ടായിട്ടുള്ളതാണ്. ലോകം മുഴുവനുള്ളതാണ്, കേരളത്തിൽ മാത്രമുള്ളതല്ല. ഇന്ത്യയിലുണ്ടോ? തീർച്ചയായിട്ടും. കേരളത്തിലും? കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നത്. 3000 കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചത് കേരളത്തിലാണ്. അത് മതം വെച്ചിട്ടാണോ ശരിക്കും? മതം വെച്ചിട്ടല്ലെന്ന്, മതം ആരും പറഞ്ഞില്ലല്ലോ. മതഭീകരവാദ സംഘടനകൾ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഭീകരവാദത്തെ മതവുമായിട്ട് കൂട്ടിക്കൊള്ളുന്നത്? എല്ലാ മുസ്ലിം തീവ്രവാദ സംഘടനകളും അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന് മയക്കുമരുന്ന് സംഘങ്ങളെ ഉപയോഗിക്കുന്നു. 100 കണക്കിന് കേസുകളുണ്ട്. കേരളത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തതിന് ഞാൻ എന്തിനാ ഉത്തരം പറയുന്നത്? നിങ്ങൾ പോയിട്ട് പിണറായി വിജയനോട് ചോദിക്കുക. നിങ്ങൾ ഈ പ്രശ്നത്തെ മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. ഇത് ഭീകരവാദികൾ നടത്തുന്ന ഏർപ്പാടാണ്. അതിന് എന്തിനാണ് മതവുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നത്? കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിൽ കൗൺസിലർമാർ ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. താങ്കൾ കഴിഞ്ഞ ദിവസം നിങ്ങളോട് വല്ല പരാതി ഉന്നയിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ കൗൺസിലർമാരെ കാണാൻ വന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനാണ്. അത് സംസ്ഥാന പ്രസിഡന്റ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാറുണ്ടെന്ന് അത് ഇത്ര വലിയ കാര്യമാണ്. ഒരു പ്രശ്നമില്ലെന്ന് പാർലമെന്ററി പാർട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്യമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഇതെല്ലാം CPMനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഇതിലൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? കേരളത്തിലെ CPMനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? എത്ര കേസുകളാണ് പാർട്ടി അന്വേഷിക്കുന്നത്? വനിതാ കമ്മീഷൻ ഇടപെടാത്ത എത്ര കേസുകളുണ്ട്? അല്ല, BJPക്കകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. CPMന്റെ നഗരസഭാ കൗൺസിലർ അയച്ച മെസ്സേജ്, ഒരു വനിതയ്ക്ക് സഹായം ചോദിച്ചു വന്ന
ഒരു വനിതയ്ക്ക് അയച്ച മെസ്സേജ് എല്ലാ സോഷ്യൽ മീഡിയയിലും വന്നതാണ്. ചെയർപേഴ്സൺ ഇന്നലെയും ഇന്നും എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, എന്ത് നിങ്ങൾ ചോദിക്കുന്നത്? ഈരാറ്റുപേട്ട നഗരസഭയിൽ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം SDPI പിന്താങ്ങിയതിനെ അത് ഉയർത്തിയാണ് ഇന്ന് സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത്. CPM SDPIയുമായി കൂട്ടുകൂടുന്നു, അത് മതനിരപേക്ഷ നിലപാടുകളോടുള്ള വെല്ലുവിളിയാണ്, പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ കൂടിയവർക്കൊപ്പമാണ് CPM നിൽക്കുന്നത് എന്ന ആരോപണമാണ് സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കും. വീണ്ടും വാർത്തകളിലേക്ക്. തലശ്ശേരിയിൽ BJP പ്രവർത്തകന് നേരെ ആക്രമണം. തലശ്ശേരി മേലൂരിലെ BJP പ്രവർത്തകൻ ധനരാജാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്നലെ രാത്രി സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു സംഭവം. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ആരോപിച്ചു. മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, കുറേ നാളായി കണ്ണൂർ ശാന്തമായിരുന്നു, ഇപ്പോൾ ഒരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഉള്ള പ്രതികരണങ്ങൾ, സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഇത് കഴിഞ്ഞ ദിവസം ഈ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അതിന്റെ ഒരു പരിണിത ഫലമായാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. BJP ആകട്ടെ ആക്രമണത്തിന് പിന്നിൽ CPM നേതാക്കളാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആക്രമണത്തിൽ ധനരാജിന് സാരമായി പരിക്കേറ്റിരിക്കുന്നു. ഇയാളുടെ കൈപ്പത്തിക്ക് വെട്ടേറ്റിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൈയുടെ മുട്ടിന്റെ ഭാഗത്തും കാര്യമായി വെട്ടേറ്റിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായ ഒരു പരിക്കാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഘർഷം പടരാതിരിക്കാനുള്ള നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട് വൈത്തിരി കമ്പിക്കെട്ട് മലവാരത്തിൽ 35 ഏക്കർ വനഭൂമി അനധികൃതമായി കൈമാറിയ സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആയിഷ പ്ലാന്റേഷന് വനഭൂമി കൈമാറിയതുമായി ബന്ധപ്പെട്ട് EFL കസ്റ്റോഡിയനെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 ഇംപാക്ട്. മുട്ടിൽ മരമുറി ഗൂഢാലോചന അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ലോക്ക്ഡൌൺ മറയാക്കിയുള്ള 2020 ഏപ്രിലിലെ വനഭൂമി കൈമാറ്റം ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. EFL നിയമപ്രകാരം നോട്ടിഫൈ ചെയ്യാൻ ശുപാർശ നൽകിയ ഭൂമി അന്നത്തെ EFL കസ്റ്റോഡിയനായിരുന്ന പ്രദീപ് കുമാർ IFS ഇടപെട്ട് ആയിഷ പ്ലാന്റേഷന് വിട്ടുകൊടുത്തത് വിവാദമായിരുന്നു. താമരശ്ശേരി ചുരത്തിന് മുകളിൽ സമാന സ്വഭാവമുള്ള ഭൂമി വനമായി നിൽക്കുമ്പോഴാണ് 35 ഏക്കർ ഭൂമി പ്ലാന്റേഷൻ സ്വഭാവമുള്ളതാണെന്ന് കാണിച്ച് കൈമാറിയത്. മുട്ടിൽ മരംകൊള്ള കേസിൽ ആരോപണ വിധേയരായ മുൻ സൗത്ത് വയനാട് DFO P രഞ്ജിത് കുമാർ, മേപ്പാട് റേഞ്ച് ഓഫീസറായിരുന്ന ബാബുരാജ് എന്നിവരും വനഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയെന്ന് ആരോപണമുയർന്നിരുന്നു. വനഭൂമി കൈമാറ്റം നിയമവിരുദ്ധമാണെന്നിരിക്കെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിക്ക് ശുപാർശ ഉണ്ടാകുമെന്നാണ് സൂചന. വനഭൂമി കൈമാറ്റം വിവാദമായ സാഹചര്യത്തിലാണ് വനം വകുപ്പിന്റെ അന്വേഷണം. EFL നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗപ്പെടുത്തി കൂടുതൽ വനഭൂമി നഷ്ടമാകുന്നൊരു സാഹചര്യത്തിലാണ് വനം വകുപ്പ് അന്വേഷണത്തിനൊരുങ്ങുന്നത്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ആ വീട് ഇടുക്കിയിലെ വട്ടവടയിലാണ്. ഈ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ദൂരം വട്ടവടയിലേക്ക് വളരെ കുറവാണ് എന്ന് ഞാൻ വിനയപൂർവ്വം വിജയരാഘവനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വിജയരാഘവന്റെ മതേതരത്വം അല്ല ഞങ്ങളുടെ മതേതരത്വം, CPMന്റെ മതേതരത്വവുമല്ല ഞങ്ങളുടെ മതേതരത്വം. ഈരാറ്റുപേട്ടയിലെ നഗരസഭാ ഭരണം പിടിക്കുന്നതിന് വേണ്ടി SDPIയെ കൂടെ കൂട്ടിയ വിജയരാഘവന്റെ മതേതരത്വം, അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ലാസും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ശക്തമായ നിലപാടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ പ്രശ്നത്തിൽ തന്നെ ഞങ്ങൾ ഇടപെട്ടത് ഈ വിഷയം ആളിക്കത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് വളരെ ശക്തമായ നിലപാടുണ്ട്. ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്നാണ് ഞങ്ങൾ എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് സർക്കാരാണ് അതിന് മുൻകൈയെടുക്കേണ്ടത്. സർക്കാർ ഇതുവരെ ചെറുവിരൽ അനക്കാതെ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് ID ഉപയോഗിച്ചുകൊണ്ട് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ, സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ
വളരെ വൃത്തികെട്ട ഭാഷ, ഹീനമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ പെടാത്ത ആളുകൾ ഈ സമുദായ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഒരു സർക്കാരുണ്ടോ, പോലീസുണ്ടോ, ഒരു സൈബർ സെല്ലുണ്ടോ? ഒന്ന് അന്വേഷിച്ച് ഈ രാജ്യത്ത് സമുദായ മൈത്രി തകർക്കുന്നതിന് വേണ്ടി, വർഗീയത ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന യഥാർത്ഥ കള്ളന്മാരെ പിടിക്കാൻ ഒരു പോലീസും ഇല്ല, ഗവൺമെന്റും ഇല്ല, ഭരണമില്ല. അപ്പൊ സർക്കാരിന്റെ സ്ഥിതി എന്താ? ഇവർ തമ്മിലടിക്കട്ടെ, തമ്മിലടിച്ചത് വഷളാകട്ടെ എന്ന സംഘപരിവാറിന്റെ ചിന്ത തന്നെയാണോ ഈ ഗവൺമെന്റിലുള്ളത് എന്ന് വ്യക്തമാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മൈക്ക് വെച്ച് പ്രസംഗിച്ച് സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചാൽ അയാൾക്കെതിരെ കേസെടുക്കില്ലേ? സമൂഹ മാധ്യമത്തിൽ എന്താണ് നടക്കുന്നത്? പി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈരാറ്റുപേട്ടയിലെ SDPI CPM ബന്ധം ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷ നേതാവും വലിയ വിമർശനം ഉന്നയിക്കുന്നത്. തങ്ങളുടെ മതനിരപേക്ഷത ഇതല്ല, സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ സർക്കാർ മൗനം പാലിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കോട്ടയം കാഞ്ഞിരപ്പള്ളി ഹൈറേഞ്ച് ഹോസ്പിറ്റലിന്റെ ക്യാന്റീനിൽ ഭക്ഷണത്തിന്റെ നിലവാരത്തെ ചൊല്ലി സംഘർഷം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകി. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? രേണുക, ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ക്യാന്റീനിലെത്തി ഭക്ഷണം കഴിക്കാൻ എത്തിയ കുറച്ചു പേർ ഈ ഭക്ഷണത്തിന്റെ രുചി, അത് ഉപ്പില്ലായ്മ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില തർക്കങ്ങൾ ഏർപ്പെടുകയായിരുന്നു. അതുപോലെ ഇരിപ്പിടത്തെ കുറിച്ച് ചില തർക്കങ്ങളുണ്ടായി. ഇതാണ് നേരിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഉന്തും തള്ളും ഉണ്ടാകുകയും പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവർ നൽകുന്ന പരാതി. CCTVയിലും അത്തരം ദൃശ്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഹോസ്പിറ്റലിന് തൊട്ട് പുറത്ത് തന്നെയുള്ളതാണ്. ഹോസ്പിറ്റൽ തന്നെ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലാണ് ഈ ക്യാന്റീൻ പ്രവർത്തിക്കുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ZPay and News 18 Network present Crypto Simplified. നമസ്കാരം. ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് സെപ്പയും ന്യൂസ് 18 നെറ്റ്വർക്കും ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് പ്രത്യേക എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലോകത്ത് പ്രധാനമായി പ്രചാരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ച് നോക്കാം. ബിറ്റ്കോയിൻ, BTC എന്ന ചുരുക്കപ്പേരിലാണ് ബിറ്റ്കോയിൻ അറിയപ്പെടുന്നത്. 940 ബില്യൺ അമേരിക്കൻ ഡോളറിലധികമാണ് ബിറ്റ്കോയിന്റെ മാർക്കറ്റ് ക്യാപ്. സതോഷി നക്കാമോട്ടോ ആണ് 2009 ബിറ്റ്കോയിൻ സൃഷ്ടിച്ചത്. ഒറിജിനൽ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. 5 വർഷം മുൻപ് ബിറ്റ്കോയിന് $500 ആയിരുന്നു വില. കഴിഞ്ഞ ഓഗസ്റ്റ് 21 ഒരു ബിറ്റ്കോയിന് $50,000 മൂല്യം വർദ്ധിച്ചു. അതായത് 10,000% വളർച്ചയാണ് ബിറ്റ്കോയിന് ഉണ്ടായത്. എഥേറിയം, ബിറ്റ്കോയിൻ കഴിഞ്ഞാൽ പ്രചാരത്തിൽ മുന്നിൽ നിൽക്കുന്ന എഥേറിയം ഒരു ക്രിപ്റ്റോ കറൻസിയും ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമുമാണ്. മാർക്കറ്റ് ക്യാപ് $390 ബില്യൺ ഇപ്പോൾ. അതിശയകരമായ വളർച്ചയാണ് എഥേറിയത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. 5 വർഷം കൊണ്ട് $10 നിന്ന് $3,300 എന്ന നിലയിലേക്കാണ് വില ഉയർന്നത്. വളർച്ച ഏതാണ്ട് 27,000%. കർഡാനോ, പ്രൂഫ് ഓഫ് സ്റ്റേക്ക് വാലിഡേഷൻ കൃത്യമായി നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയമായ ക്രിപ്റ്റോ കറൻസിയാണ് കർഡാനോ. 2017 കർഡാനോയുടെ ADA ടോക്കണിന് $0.02 മാത്രമായിരുന്നു വില. ഇന്ന് അത് വർദ്ധിച്ച് $2.82 ആയിട്ടുണ്ട്. വളർച്ചാ നിരക്ക് 10,000%. ബിനാൻസ് കോയിൻ, ലോകത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചായ ട്രേഡിങ്ങും ഇടപാടുകളും നടത്താനും ഫീസ് അടയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ബിനാൻസ് കോയിൻ. ട്രേഡിങ്ങിനും പേയ്മെന്റ് പ്രോസസ്സിങ്ങിനും പുറമെ ട്രാവൽ ബുക്കിങ്ങിനും ബിനാൻസ് കോയിൻ ഉപയോഗിക്കാൻ കഴിയും. 2017 കേവലം $0.10 വിലയുണ്ടായിരുന്ന ബിനാൻസ് കോയിൻ ഇന്ന് $495 എത്തി നിൽക്കുന്നത്. കൈവരിച്ചത് ഏതാണ്ട് 4,90,000% വളർച്ച. പ്രധാന ക്രിപ്റ്റോ കറൻസികളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ലോകത്തെ മറ്റൊരു വിശേഷവുമായി അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. നമസ്കാരം. ZPay and News 18 Network present Crypto Simplified. कहानी संघर्ष की, कहानी उत्कर्ष की,
कहानी एक ऐसी शख्सियत की जो गरीबी और गुमनामी के अंधेरों से निकलकर बना विश्व के सबसे बड़े लोकतंत्र का नायक। कौन है ये व्यक्ति? मैं नरेंद्र दामोदर दास मोदी। मोदी, द अनटोल्ड स्टोरी।